നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ടോ? ഇത്ര ദിവസമായി അപ്ഡേറ്റ് ചെയ്തില്ലേ? ചെയ്തില്ലെങ്കിൽ പാൻ കാർഡ് റദ്ദാകുമോ എന്ന സന്ദേശം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത് വ്യാജമാണോ? പാൻ കാർഡ് റദ്ദായാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ തന്നെ ചെയ്യേണ്ടത് എന്താണ് എന്ന് നോക്കാം. സർക്കാർ പാൻ ആധാർ ലിങ്ക് നിർബന്ധമാക്കിയതോടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പാൻ വെരിഫിക്കേഷൻ കർശനമാക്കി. ഇപ്പോൾ പലർക്കും SMS, ഇമെയിൽ, ഏജന്റ് കാൾ എന്നിവ വഴി പാൻ ഇനാക്റ്റീവ് അല്ലെങ്കിൽ അപ്ഡേറ്റ് പെൻഡിംഗ് എന്ന മുന്നറിയിപ്പ് ലഭിക്കുന്നുണ്ടാവും. ഇത് ഇഗ്നോർ ചെയ്താൽ പാൻ ഇനാക്റ്റീവ് ആകാം, പിന്നീട് ക്യാൻസൽഡ് വരെ ആകാം. പാൻ ഇനാക്റ്റീവ് ആണെങ്കിൽ സംഭവിക്കുന്നത് എന്തായിരിക്കും? ബാങ്കിൽ വലിയ ഇടപാടുകൾ ചെയ്യാൻ പറ്റില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ്, മ്യൂച്വൽ ഫണ്ട് എന്നിവ തടസ്സപ്പെടും. ലോൺ അപ്രൂവൽ ഹോൾഡ് ചെയ്യും. ക്രെഡിറ്റ് കാർഡ് റിജക്ട് ചെയ്യും. ഇൻകം ടാക്സ് റീഫണ്ട് കിട്ടാതെ പോകും. ഡിജിറ്റൽ വാലറ്റ്, UPI യൂസേജ് പോലും ലിമിറ്റ് വരാം. ഒരു ചെറിയ പാൻ പ്രശ്നം മുഴുവൻ സാമ്പത്തിക ജീവിതം താളം തെറ്റിക്കുകയും ചെയ്യും. ആളുകൾ ചെയ്യുന്ന സാധാരണ തെറ്റുകൾ പല പാൻ ഉടമകളും ചെയ്യുന്ന വലിയ തെറ്റുകളാണ്. അവസാനം നോക്കാം എന്ന് കരുതി കാത്തിരിക്കുന്നു. ആധാർ നെയിം അല്ലെങ്കിൽ DOB മിസ്മാച്ച് പരിശോധിക്കുന്നില്ല. പാർഷ്യൽ അപ്ഡേറ്റ് മതി എന്ന് കരുതുന്നു. ഏജന്റിനെ ആശ്രയിച്ച് കൺഫർമേഷൻ പരിശോധിക്കുന്നില്ല. പാൻ ഇനാക്റ്റീവ് ആണോ എന്ന് സ്വയം വെരിഫൈ ചെയ്യുന്നില്ല. ഓർമ്മിക്കുക, ഇനാക്റ്റീവ് പാൻ പോലും പിന്നീട് ക്യാൻസൽ ചെയ്യപ്പെടാം. പാൻ ആധാർ ലിങ്ക് എങ്ങനെ പരിശോധിക്കാം? അതിനായി ഇൻകം ടാക്സ് ഒഫീഷ്യൽ വെബ്സൈറ്റ് തുറക്കുക. ലിങ്ക് ആധാർ സ്റ്റാറ്റസ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പാൻ ആധാർ നമ്പർ നൽകുക. സ്റ്റാറ്റസ് പരിശോധിക്കുക. ലിങ്ക്ഡ് എന്ന് കാണിച്ചാൽ സേഫ്, നോട്ട് ലിങ്ക്ഡ് അല്ലെങ്കിൽ മിസ്മാച്ച് എങ്കിൽ ഉടൻ ആക്ഷൻ വേണം. നിങ്ങൾ വേഗം തന്നെ ലിങ്ക് ചെയ്യാൻ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ മൊബൈലിലൂടെ തന്നെ ചെയ്യാവുന്നതാണ്. നെയിം മിസ്മാച്ച് ആണെങ്കിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പാൻ കറക്ഷൻ ഫയൽ ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: പാൻ ആധാർ ലിങ്കിങ് വെരിഫൈ ചെയ്യുക, പാൻ സ്റ്റാറ്റസ് ആക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കുക, ബാങ്ക് KYC കംപ്ലീറ്റ് ആണോ എന്ന് ഉറപ്പാക്കുക, ഇമെയിൽ, മൊബൈൽ പാനിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതൊരു മുന്നറിയിപ്പാണ്, അവസാന തീയതിയല്ല. ഇപ്പോൾ ആക്ഷൻ എടുത്താൽ ടാക്സ് റീഫണ്ട് ഡിലേ ഒഴിവാക്കാം, ലോൺ, ക്രെഡിറ്റ് കാർഡ് റിജക്ട് ഒഴിവാക്കാം, ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ഭയമില്ല, ഫ്യൂച്ചർ കംപ്ലൈൻസ് ഹെഡേക്ക് ഒഴിവാക്കാം. പിന്നീട് വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ ഇപ്പോൾ 10 മിനിറ്റ് മതി ഇവയെല്ലാം ലിങ്ക് ചെയ്യാൻ. സുഹൃത്തുക്കളെ, 5 ദിവസത്തെ പാൻ അലർട്ട് വെറും SMS അല്ല, അതൊരു ആക്ഷൻ കോൾ ആണ്. ഇന്ന് തന്നെ പാൻ വെരിഫൈ ചെയ്യൂ, ആധാർ ലിങ്ക് ചെയ്യൂ, നിങ്ങളുടെ സാമ്പത്തിക ഐഡന്റിറ്റി സുരക്ഷിതമാക്കൂ. ഇന്ന് ചെയ്യുന്ന ചെറിയ ശ്രമം നാളെ വലിയ തലവേദന ഒഴിവാക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്